ജില്ലയിലെ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ആരോഗ്യ, വനിതാ, ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചിലവാകുമ്പോഴും അവരുടെ സർട്ടിഫിക്കറ്റ് നഷ്ടമാകുന്ന സാധ്യതയുണ്ടായി. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ തന്നെ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ നിലയിൽ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജ് തുടങ്ങിയത്. അതിന് ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ലോൺ എടുത്തു. എത്രയോ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവർക്ക് പണവും നഷ്ടമായ, സർട്ടിഫിക്കറ്റ് നഷ്ടമായ സാഹചര്യം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, വാർഡുകളുടെ നവീകരണമാകട്ടെ, രോഗി സൗഹൃദമാക്കുന്നതാകട്ടെ, അതുപോലെ ഇമേജിംഗ് സംവിധാനമാകട്ടെ, മറ്റുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മെഡിക്കൽ കോളേജ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണമാണ് ബജറ്റിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ യൂണിറ്റ് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചു. ഈ 10 വർഷ കാലയളവിനുള്ളിൽ 258 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സാധ്യമായത്. ബിരുദ മെഡിക്കൽ കോളേജ് ആയിരുന്നതിനെ ബിരുദാനന്തര ബിരുദ മെഡിക്കൽ കോളേജായി ഉയർത്തി. മാതൃശിശു യൂണിറ്റ്, വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണം, ഭിന്നശേഷി വയോജന സൗഹൃദ ആശുപത്രി എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്ന MRI സ്കാനിംഗ് യൂണിറ്റ്, സ്ട്രോക്ക് ICU, ലാക്ടേഷൻ മാനേജ്മെന്റ് യൂണിറ്റ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. പ്ലാൻ ഫണ്ടിൽ നിന്നും 10.10 കോടി രൂപ ചെലവിട്ടാണ് ജർമ്മൻ നിർമ്മിത സീമൻസ് 1.5 ടെസ്ല MRI സ്കാനിംഗ് മെഷീൻ ആശുപത്രിയിൽ സ്ഥാപിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി സർക്കാർ 2 കോടി രൂപ അധികമായി ചിലവിട്ടു. DHS ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവിട്ടാണ് അത്യാഹിത വിഭാഗത്തിൽ സ്ട്രോക്ക് ICU സജ്ജമാക്കിയിരിക്കുന്നത്. സ്ട്രോക്ക് രോഗികൾക്കായി പ്രത്യേക ബെഡുകൾ, സൗജന്യമായി നൽകുന്ന ത്രോംബോലൈസിസ് ചികിത്സ, MRI, CT സ്കാൻ, വെന്റിലേറ്ററുകൾ, ഡിഫിബ്രിലേറ്റർ, മോഡേൺ ICU കോട്ടുകൾ എന്നീ സൗകര്യങ്ങൾ സ്ട്രോക്ക് മാനേജ്മെന്റ് യൂണിറ്റിലുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലാക്ടേഷൻ മാനേജ്മെന്റ് യൂണിറ്റ് നിർമ്മിച്ചത്. മുലയൂട്ടൽ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് കൗൺസിലിംഗും പ്രായോഗിക പരിശീലനവും ശാസ്ത്രീയമായ രീതിയിലുള്ള മുലപ്പാൽ ശേഖരണവും പരിപാലനവും ഇവിടെ ഉറപ്പാക്കുന്നു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ PS ഷീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ R പ്രഭുദാസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തി, ഡെപ്യൂട്ടി DMO ഡോക്ടർ A ഷിബുലാൽ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽരാജ്, മഞ്ചേരി നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു, കൗൺസിലർമാരായ ഷെറീന ജവഹർ, രാധാകൃഷ്ണൻ, HDS മെമ്പർ VM ഷൌക്കത്ത്, PWD സിവിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഇസ്മായിൽ, PWD ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബഷീർ അഹമ്മദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.